ക്രൈസ്തവരുടെ വോട്ട് വാങ്ങാനായി കോൺഗ്രസ് തെരുവിലാണ്. പക്ഷേ ഛത്തീസ്ഗഡ് കോൺഗ്രസ് ബജ്രംഗ് ദളിനോടൊപ്പമാണെന്നാണ് തോന്നുന്നത്. അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പറയുകയാണ് ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകളുടെ കേസുമായി ബന്ധപ്പെട്ട് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൽ KPCC പ്രസിഡന്റ് വലിയ കണ്ണീര് ഒലിപ്പിച്ച് നടക്കുകയാണ്. അതാണ് മുതലക്കണ്ണീരെന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണെന്ന് പറയുകയും ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ അവസരവാദികളുടെ കലയായി മാറാറുണ്ട് രാഷ്ട്രീയം. അത്തരത്തിൽ രാഷ്ട്രീയം അവസരവാദികളുടെ കലയാക്കി മാറ്റിയതാണ് ഇപ്പോൾ കാണുന്ന ഛത്തീസ്ഗഡ് വിഷയം. ഇത് നമ്മൾ 12,000 കിലോമീറ്ററിനപ്പുറത്ത് ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നടന്ന ഒരു പ്രശ്നം, അത് 2 ദിവസം 3 ദിവസം കൊണ്ട് തന്നെ ഇത്ര വലിയ ആളിക്കത്തുന്നതിന് വിധത്തിൽ ആക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ക്രിസ്ത്യൻ സഭകളേക്കാൾ കൂടുതൽ രംഗത്തിറങ്ങിയത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സംസാരം ഏതാണ്ട് ബിഷപ്പുമാരുടെ അത്രയോ അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷവുമായിരുന്നു. കന്യാസ്ത്രീകൾക്ക് ഇന്ത്യയിൽ നടക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലെത്തിയോ, ന്യൂനപക്ഷങ്ങളെ PCC പ്രസിഡന്റ് വ്യക്തമായി തന്നെ പറയുകയാണ്, വനപ്രദേശങ്ങളിൽ വനമേഖലയിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നാണ്. ഇത് പ്രദേശങ്ങളിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ AD 52 സെൻറ്റ് തോമസ് എന്നുള്ള അപ്പോസ്തലൻ വന്ന് ഇവിടുത്തെ ബ്രാഹ്മണരെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളാക്കി മാറ്റി. അതിനുശേഷം പിന്നെ ഇങ്ങനെ പല കാലഘട്ടങ്ങളിൽ കൺവേർഷൻ വന്നു കഴിഞ്ഞാണ് കേരളത്തിലും ഇന്ന് എത്തിയിരിക്കുന്ന 20% 18 മുതൽ 20% വരെ, ഇപ്പോൾ പുതിയ സെൻസസ് വന്നാലേ അറിയാമുള്ളൂ, 20% വരെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതൊന്നും നമുക്ക് മൂടി വയ്ക്കാൻ കഴിയില്ല. എവിടെയൊക്കെ ക്രിസ്ത്യാനികളിലേക്ക് മതം മാറ്റം നടന്നിട്ടുണ്ടോ അത് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇത് ആർക്കും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. പക്ഷേ അത് മതപരിവർത്തനമാണോ മനപരിവർത്തനമാണോ എന്നുള്ളതാണ് പ്രധാന വിഷയം. മതപരിവർത്തനമാണെങ്കിൽ അത് പ്രശ്നമാണ്. മനപരിവർത്തനമാണെങ്കിൽ അത് അക്സെപ്റ്റഡുമാണ്. പക്ഷേ മനപരിവർത്തനമല്ല പലപ്പോഴും പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സാഹചര്യങ്ങളോ ഏതെങ്കിലും മുതലാക്കാനായിട്ട് താൽക്കാലികമായി നടത്തുന്ന പല സന്ദർഭങ്ങളിലും നടത്തുന്ന ചില വേട്ടകളാണ് എന്നാണ് ബജ്രംഗ് ദളടക്കമുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ കോൺഗ്രസിൻ്റെ സംസ്ഥാന PCC പ്രസിഡന്റും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ അഭിപ്രായപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹത്തിന് മാറ്റി പറഞ്ഞാൽ നാളെ അവിടെ ഇന്ന് ജയിച്ചിരിക്കുന്ന 36 കോൺഗ്രസ് MLA പോലും കെട്ടിവെച്ച കാശ് വാങ്ങിക്കില്ല. കാരണം അവിടെ രൂക്ഷമായ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾ ഒരുപക്ഷെ നിഷ്കളങ്കരാണെങ്കിൽ പോലും അവരെ കണ്ടപ്പോൾ മറ്റ് വനവാസി കുട്ടികളുമായിട്ട് കണ്ടപ്പോൾ ഇതാ നിൽക്കുന്നു, ഇവരെയും പിടിച്ചോ എന്ന് പറഞ്ഞ് ബജരംഗൾ വളമുണ്ടാക്കിയിരിക്കാൻ സാധ്യത. പക്ഷെ എന്തായാലും ഇതിൻ്റെ നെല്ലും പതിരും തെളിയുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ നമ്മുടെ ക്രിസ്ത്യൻ സഭകളേക്കാൾ മുമ്പേ അല്ലെങ്കിൽ അവരോട് ഒരു പടി ഒപ്പം അല്ലെങ്കിൽ ഒരു പടി മുമ്പേ നിന്നുകൊണ്ട് ഇടതും വലതും സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഇതൊരു വലിയ വിഷയമാക്കി മാറ്റി. ഒരുപക്ഷെ കേരളത്തിൽ 3 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയ വിഷയമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് വലിയൊരു വിഷയമായിട്ട്, കാരണം നമ്മൾ കണ്ടതാണ് ശബരിമല പ്രശ്നത്തിന് എത്ര പേരെയാണ് എത്ര സ്ത്രീകളെ നാമം ചൊല്ലിക്കൊണ്ട് പോയവരെയൊക്കെ എത്ര പേരെയാണ് ഇവിടെ അറസ്റ്റ് ചെയ്തത്, എത്ര പേരെയാണ് നമ്മൾ പുരുഷന്മാരെയൊക്കെ എത്ര ദിവസം ജയിലിൽ അടച്ചു. 35,000 പേർക്കെതിരെയായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ കുറേയൊക്കെ പിൻവലിച്ചിട്ടുള്ളൂ, കുറേയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ട് ഇതൊന്നും വേട്ടയായിട്ടോ ഇതൊന്നും മതസ്വാതന്ത്ര്യമായിട്ടോ അല്ലെങ്കിൽ മതത്തിന്റെ പരിധിക്കകത്ത് നിൽക്കുന്ന ആരും പറഞ്ഞിട്ടില്ല. സഭകൾ എന്താണ് തിരിച്ചറിയാത്തത്? കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ കൃത്യമായ രാഷ്ട്രീയം കളിക്കുന്നതായി ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ സഭകൾക്ക് ഒരു സഭകൾ വളർന്ന്, ഞാൻ പറഞ്ഞില്ലേ, AD 52 മുതൽ ഇന്ന് വരെ ക്രിസ്ത്യൻ സഭകളുടെ വളർച്ച എന്ന് പറയുന്നത് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അവർ കൺവേർഷനിലൂടെ തന്നെയാണ് അവർ പലപ്പോഴും മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവർക്ക് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നിലനിർത്താൻ അവർ ശ്രമിക്കുമ്പോൾ ബജരംഗ് ദളിനെ പോലുള്ളവർ ഫ്രിക്ഷനുമായി വരിക എന്നുള്ളത് അവരുടെയും ഒരു അവകാശമാണ്. ഞങ്ങളുടെ ആളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഇപ്പം തന്നെ കേരളത്തിൽ പല സംഘപരിവാർ സംഘടനകളും പറഞ്ഞു കഴിഞ്ഞു.
ഒരു വോട്ട് തന്നിട്ട് 3 പേരെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ത്യയെ വിട്ടുതരാനാണെങ്കിൽ അതിന് നമ്മൾ തയ്യാറല്ല. രാജീവ് ചന്ദ്രശേഖർ അല്ല, ആര് പറഞ്ഞാലും തയ്യാറല്ല എന്ന് പറയുന്ന വിധത്തിലുള്ള മുദ്രാവാക്യങ്ങൾ പലരും സൂചിപ്പിച്ചു തുടങ്ങി കഴിഞ്ഞു. ഇത് ഇത്തരത്തിലുള്ള വാർത്തകൾ പോലും ഉണ്ടാവില്ലായിരുന്നു, ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ പോലും ഉണ്ടാവില്ലായിരുന്നു ഒരു പക്ഷേ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ അല്പം ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ. ഇതിൻ്റെ വിഷയം എന്താണെന്ന് പഠിക്കാൻ അവിടെ ഒരാളെ അറസ്റ്റ് ചെയ്തതിന് പുറത്തിറക്കണമെങ്കിൽ കോടതിയുടെ ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 36 മണിക്കൂർ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാവകാശം പോലും ആർക്കും കൊടുക്കാതെ ഇവിടെ ജാഥാ പ്രശ്നം ഒക്കെ ഉണ്ടാക്കി. ഞാനറിയുന്നത് ഇത് പള്ളി കമ്മിറ്റികളിലെ കോൺഗ്രസ്സുകാരും CPM-കാരുമാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ്. പള്ളിയിലച്ചന്മാർക്ക് പോലും അല്ലെങ്കിൽ ബിഷപ്പുമാർക്ക് പോലും അവിടെ ഇരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇതിനെ ഒരു വിഷയമാക്കിക്കൊണ്ട് വരാൻ അവിടുന്ന് പ്രേരണ വന്നു പല പള്ളി കമ്മിറ്റികളിൽ നിന്നും. ആ കമ്മിറ്റികളിൽ ഇരിക്കുന്നത് പലതും ഇടതിൻ്റെയും ഒക്കെ മൗത്ത് പീസുകളാണ്, അല്ലെങ്കിൽ സ്പീക്കിംഗ് സെല്ലുകളാണ്, സ്ലീപ്പിംഗ് സെല്ലുകളാണ് എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇത് ക്രിസ്ത്യാനികൾ തന്നെ അഭിപ്രായപ്പെടുന്നത്. ഇത് ഔട്ട് ഓഫ് പ്രൊപ്പോർഷനായിട്ട് കൊണ്ടുവന്ന് ഒരു വിഷയം ആളിക്കത്തിച്ചു. അതിൻ്റെ പരിണിത ഫലം ഈ അവസരവാദികൾ പിന്നീട് അനുഭവിക്കുകയും ചെയ്യും. ഇത് വേറൊരു വിധത്തിലുള്ള പോളറൈസേഷന് കേരളത്തിൽ ഇടവരുത്തും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും നിലയ്ക്കൽ പ്രശ്നം 1983 ഉണ്ടായപ്പോൾ ഇതുപോലെയാണ് പ്രശ്നമായത്. ശബരിമലയ്ക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ക്ഷേത്രം, ഒരു മഹാദേവ ക്ഷേത്രം, അവിടെ വിരിവിക്കാനും മറ്റും സൗകര്യങ്ങൾക്കുമായിട്ട് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വന്നപ്പോഴാണ് അവിടെ ഒരു കുരിശ്, അതും AD 52 സെൻറ് തോമസ് എന്നുള്ള അപ്പസ്തലൻ 7.5 പള്ളികൾ നിർമ്മിച്ചതിൽ ഒരു കുരിശാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ സംഘടനകൾ ഇതുപോലെ ബഹളം തുടങ്ങുകയും അത് വലിയ സംഘടനത്തിലേക്ക് വരികയും, പക്ഷെ അന്ന് മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ പോലുള്ളവരുണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത് വളരെ രമ്യമായിട്ട് അവസാനം പരിഹരിക്കാനും അവിടുന്ന് 4 കിലോമീറ്റർ മാറിയ ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനികൾക്ക് ഒരു പള്ളി വയ്ക്കാൻ അവസരം കൊടുക്കുകയും അത് ഒരു വിധത്തിൽ ശാന്തമാക്കാൻ കഴിയുകയും ചെയ്തെങ്കിൽ പോലും അന്ന് മുതൽ ഹിന്ദു സംഘടനകൾ ഇവിടെ ആവശ്യമാണ്, അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ ആവശ്യമാണെന്ന് ഹിന്ദുക്കളുടെ ഇടയിൽ തോന്നൽ വന്നത് അന്ന് മുതലാണ്. 84 ഹിന്ദു മുന്നണിയുടെ ഇലക്ഷന് നിന്നുകൊണ്ട് കേരളവർമ്മ എന്ന സ്ഥാനാർത്ഥിയെ തെങ്ങടയാളത്തിൽ നിർത്തി 1,10,000 വോട്ട് പിടിച്ചപ്പോഴാണ് ഇടതുമുന്നണിക്കും വലതു മുന്നണിക്കും ഇതിൻ്റെ കുഴപ്പം മനസ്സിലായത്. ഇത് എത്രത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അന്ന് വരെ ഹിന്ദു ഇവിടെ വിചാരിച്ചിരുന്നത് നമുക്ക് മതേതരത്വം പറഞ്ഞിരുന്നാൽ പോരെ, നമുക്ക് CPM-കാരുണ്ട്, നമുക്ക് കോൺഗ്രസ്സുകാരുണ്ട്, അവരുമായിട്ടൊക്കെ ഇരുന്ന് മതേതരത്വം പറഞ്ഞാൽ പോരെ എന്നായിരുന്നു. പക്ഷേ മതേതരത്വം പറയുന്നത് വോട്ടിന് മാത്രമാണെന്നും നമ്മുടെ പ്രശ്നം വരുമ്പോൾ കാണുകയില്ലെന്നും നിലയ്ക്കൽ മുതൽ ഇന്നലെ നടന്ന ശബരിമലയുള്ള വിഷയങ്ങളിൽ തെളിയിച്ചു എന്നുള്ളതാണ് കാണുന്നത്. അതിനനുസരിച്ച് സംഘപരിവാർ സംഘടനകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ഗുണം കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള ലക്ഷ്യം എങ്ങനെയെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ സംഘടിപ്പിച്ച് 2026 അധികാരത്തിൽ വരിക. കന്യാസ്ത്രീ പ്രാധാന്യമില്ല, അച്ഛനും ഇല്ല, അവർക്ക് അതേ ഒരു ലക്ഷ്യമുള്ളൂ. CPM-ന്റെ ലക്ഷ്യം ഇപ്പോഴത്തെ ആന്റി ഇൻകംബൻസി, സർക്കാർ വിരുദ്ധ ഒരു മൂഡ് മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാറ്റിയെടുക്കുന്നതിന് സർക്കാരിന്റെ വിഷയങ്ങൾ രംഗത്ത് വരരുത്, അതിന് പകരം ഹിന്ദു ക്രിസ്ത്യൻ വിഷയം വരണം. അതിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായി പ്രവർത്തിച്ചത് ഞങ്ങളാണ്, ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനെന്ന് പറയാൻ CPM-ഉം അല്ല, ഞങ്ങളാണെന്ന് പറയാൻ കോൺഗ്രസ് നടത്തിയ അവസരവാദപരമായ കളിയാണ് ഇന്ന് ഛത്തീസ്ഗഡ് PCC അധ്യക്ഷൻ ഒളിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.